ഹലോ ഗൈസ്, നമ്മളെല്ലാരും ചെറുപ്പത്തിൽ പൈസ ഇട്ടേക്കണ കുഞ്ചി പോലത്തെ മോയ മൂപ്പരെ തലയിൽ ആദ്യം ഉള്ളതാണോ അതോ റെഡിമെയ്ഡ് വെപ്പിച്ചതാണോ എന്ന് ചോദിക്കാൻ പോയതേനിട്ട് ഞാന്. അപ്പോഴാണ് കൈമുള്ള ആ വാള് കണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, ചായ ഒക്കെ കുടിച്ച ബ്രോ എന്ന് ചോദിച്ചു. നീരാളിനെ പിടിച്ചാണ്ട് ഉപ്പിലിട്ട ഷേപ്പിലുള്ള താടി വെച്ചാണ്ട് അതൊരു പഞ്ചാബി വെല്ലിപ്പ് അത് നല്ല ഗെറ്റപ്പിൽ നടന്നോണ്. 2 ദിവസം ട്രെയിനിൽ തൊട്ടിലെട്ടി കിടന്നതിന്റെ ശേഷം എന്റെ പെരെത്തിയിട്ട് സ്വന്തം ബെഡാണ് കാണുമ്പോ ഈ നായി ഇന്റർലോക്കുമ്പോ കിടന്നാണ്ട് ഒയിനത് അതേമാതിരി ഞാൻ എന്റെ ബെഡ് കിടന്നാണ്ട് ഇങ്ങനെ ഒയ്യും. നമ്മളെ ടോയ്ലറ്റിലൊക്കെ ഒരു സൈസ് ചോപ്പ് തേള് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെരുപ്പേറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളിക്കൂല. അതേ കളി അപ്പത് ഇതും കളിക്കണത്. പഞ്ചാബിലുള്ള നായി നടക്കണ നോക്കിയാണ് സിംഹം നടക്കണായി. നമ്മളേല് ചെലവിലുണ്ടാവില്ല, മീശയും താടിയും പഠിച്ചാണ്ട് സാരി എടുത്താണ്ട് രാത്രി ഇറങ്ങണം. അതേമാതിരി ഇനി സിംഹത്തിന് പയിച്ചിട്ട് നായിന്റെ കോലത്തിലേറ്റ് ഇറങ്ങിയാണ് പഠിച്ചോ കാക്കട്ടെ. ഇയാളെ മാതിരത്തെ ഒരു പാവാട പോലത്തെ ഒരു സാധനം വാങ്ങണം വിചാരിച്ചിട്ടാ ഞാൻ. എന്നാ പിന്നെ മറ്റോടത്തല്ല കാറ്റും വെളിച്ചും കിട്ടും ചെയ്യും, നല്ല സുഖം ഉണ്ടാവും ചെയ്യും നടക്കാനേ. ഈ 2 ഭായിമാരുടെ ആരോ സ്റ്റാറ്റ് വിളിച്ചോണ്ടിട്ടാ കുറെ നേരം ഈ കോഴിക്കുട്ടിനെ കണ്ട കാടൻ പൂച്ച നോക്കണായിട്ട് ഇങ്ങനെ തുറച്ച് നോക്കണ പോലെ എങ്ങട്ടായി നോക്കണേ. ഓലെ പോയിട്ടൊന്ന് തൊട്ടാലേ വിചാരിച്ചു. എന്നാ ചിലപ്പോ പുണ്യകർമ്മ ആയാലോ, ചിലപ്പോ ആരും സ്റ്റാറ്റ് വിളിച്ച് പോയതോ. ആരും തൊട്ടാലല്ലേ നമുക്ക് അനങ്ങാൻ പറ്റുള്ളൂ. ഗോൾഡൻ ടെമ്പിളിന്റെ ചുറ്റോടിട്ടുള്ള കൊളുത്തുന്നത് ഈ പഞ്ചാബികൾ കടൽക്കാക്കൊക്കെ കുളിക്കണ മാതിരി കുളിക്കുന്നുണ്ടാ. എനിക്ക് എന്താ ഇറങ്ങാൻ മടിച്ചാലേ ഞാനിന്ന് വീശട്ടിയാണ് ഇട്ടേ. മറ്റേ ട്രൗസറാണ് ഇട്ടണെങ്കിൽ പഞ്ചാബികളോട് വാട മച്ചാനെന്ന് പറഞ്ഞാണ്ട് ആ തലപ്പാക്കെ തലയിലിട്ടാണ്ട് ചാടേനി. ഗോൾഡൻ ടെമ്പിളിന്റെ മുമ്പ് കൈ കൂപ്പിറ്റല്ലാതെ എസ്തറ്റിക് ലുക്കിലൊക്കെ നിന്നുണ്ടെങ്കിൽ ഈ ലുട്ടാപ്പി നടക്കണ ഈ കുന്തേറ്റ് നടക്കണ ഈ പഞ്ചാബിന്റെ നല്ല കുത്തുടുകൂട്ടാ. വയറേറ്റും വടിയൊക്കെ ആയിട്ട് കുറെ അടിയൊക്കെ കിട്ടിയതാ. പക്ഷെ കുന്തം കൊണ്ട് കിട്ടുമ്പോഴേ നല്ല ചൊയ വ്യത്യാസം ഉണ്ടാവും.